ലംഘിച്ചിട്ട് വരികയാണ്. അങ്ങയുടെ മക്കൾ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടിയെ ആരാധിക്കുന്നു. ഈ ഭൂമി എന്റെ മകൻ ജോബിനെ ശ്രദ്ധിച്ചു. അന്നവൻ ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ നീ ശ്രദ്ധിക്കും. അവനെ പരീക്ഷിക്കുവാൻ ഈ എന്നെ അനുവദിക്കുക. അവൻ തീർച്ചയായും അങ്ങയെ തള്ളി പറയും. നീ പരീക്ഷിച്ചുകൊള്ളുക. പക്ഷേ എന്റെ മകന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കരുത്. സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ നിന്റെ ജോബിന്റെ അടുത്തേക്ക് പോകുന്നു. ജോബിന്റെ സർവസ്വം അവന്റെ കുടുംബവും ഞാൻ നശിപ്പിക്കും. അപ്പോൾ അവൻ തീർച്ചയായും ദൈവത്തെ തള്ളി പറയും. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. പണ്ട് എന്റെ പരീക്ഷണങ്ങൾക്കും ദൈവതുല്യനാകുമെന്ന വ്യാമോഹത്ത് വെളിക്കപ്പെട്ട കനി വഹിച്ച നിന്റെ ആദ്യ മാതാപിതാക്കൾക്ക് വെറുതെ സമർത്ഥം. നിന്റെ പൂർവ്വ സഹോദരൻ കായലിൽ ഞാൻ കുത്തിവെച്ച വിഷം അവന്റെ സമുദ്രഹത്യയിൽ കൊണ്ടെത്തിച്ചു. ഇതാ പ്രകൃതി ശക്തികൾ നിനക്കെതിരെ ആകാശം തുറന്ന് ഇടിമിന്നലുകൾ നിന്റെ ആടുകളുടെ മേൽ സംഹാര താണ്ഡവമാടുന്നു. കിഴക്കൻ താഴ്വരയിൽ നിന്ന് വലിയൊരു നമ്മുടെ ആടുകളുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്? എന്താ എന്തും നമ്മുടെ ആടുകളെല്ലാം ഇടിമിന്നലേറ്റ് ചത്തുപോയി. ഈ വാർത്ത അങ്ങയോടൊന്ന് പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. ഇത് സേബൂസിന്റെ കോപമായിട്ട് മഴയെയും ഇടിമിന്നലെയും നിയന്ത്രിക്കുന്ന സേബൂസ് നമുക്ക് ബലിയർപ്പിച്ചാലോ? പോഷത്വം പറയാതെ എണ്ണമറ്റ 7000 ആടുകളേക്കാൾ അധികമായി ഞാൻ എന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം പകർത്തപ്പെടട്ടെ. ദൈവം എടുത്തു, കഴിഞ്ഞില്ലല്ലോ. ഇനിയും പരീക്ഷണങ്ങളിൽ നിന്നെയും കാത്തിരിക്കും. ആ പരീക്ഷണങ്ങൾ ഒടുവിൽ നീ നിന്റെ ദൈവത്തെ തീർച്ചയായും തള്ളിപ്പറയും. നിങ്ങൾക്ക് ജോബിന്റെ വീട്ടിൽ എന്താണ് കാര്യം? ഇനിയും ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ സർവ്വസമ്പാദ്യവും കൊള്ളയടിച്ച് ഞങ്ങളുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇല്ല, ഇവയൊന്നും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നിന്റെ സമ്മതം ആർക്ക് വേണം? ഞങ്ങളെ എതിർത്താൽ നീ ദുഃഖിക്കേണ്ടി വരും. കൊണ്ടുപോകരുത്.
നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഈ മഴയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഈ പരീക്ഷ നീ അതിജീവിക്കാൻ പോകുന്നില്ല. നീ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതെന്ന് നീ വിളിച്ചു പറയും. ഒടുവിൽ നീ നിന്റെ ദൈവത്തെ തള്ളി പറയൂ. ആ വലിയ കല്ലുകൾ തെക്ക് ഭാഗത്തെടുത്ത് വെക്കൂ. അതിൽ കൂടി ചെറിയ ഉള്ളിൽ വീണ് വരും. ശക്തമായ കാറ്റ് വീശുന്നുണ്ടല്ലോ. ഞാനെന്താണ് ഈ കാണുന്നത്? എന്റെ മക്കളെ ഒന്ന് എഴുന്നേൽക്കൂ. ദൈവമേ, നീ ജോബിനെ കൈവിട്ടുവല്ലേ? മോനെ മോനെ, എന്റെ മക്കളെ, ഉടപ്പിറപ്പുകളെ കൊടുങ്കാറ്റ് കൊണ്ടുപോയി. എനിക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ നഗ്നനായി ഈ ഭൂമിയിൽ വന്നു. നഗ്നനായി തന്നെ വിടവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നീ എന്തു പറയുന്നു? നിന്റെ കഷ്ടതകളിൽ നിന്റെ ദൈവം എവിടെ? തെറ്റ് മനസ്സിലാക്കി തിരുത്തുവാൻ നിനക്ക് ഇനിയും അവസരമുണ്ട്. നീ സേവൂസിനെ ആരാധിക്കും. നിനക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ സേവൂസിന് മാത്രമേ കഴിയൂ. ഞാൻ എന്തിന് സേവൂസിനെ വിളിക്കണം? എന്റെ ദൈവം എനിക്ക് നൽകിയ സമ്പത്ത് ദൈവം തന്നെ തിരികെ എടുത്തു. അതിന് ഞാൻ എന്തിന് ദൈവത്തെ തള്ളി പറയണം? ഇത്രയെല്ലാം സംഭവിച്ചിട്ട് ഇവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇവനെ ആദോം ദേശത്ത് നിന്ന് നാടുകടത്താം. അലിയോഫാസ് പ്രധാന ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന ന്യായാധിപ സംഘത്തിന്റെ വിചാരണയ്ക്കായി നീ ശരിക്കും ഒരുങ്ങിക്കോ. ജോബിനെതിരെ വീണ്ടും പ്രവചിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കും. സേവൂസ് നിന്നെ ചാരമാക്കും. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹമാകുന്നു
പേടിക്കണ്ട. ഇതാ ഞാൻ നിന്നെ താരാട്ടുപാടി ഉറക്കാം. ഇനി